പരിലാളിച്ചതുപോലെ പടച്ചോൻ എൻ്റെ ഉമ്മനെയും ബാപ്പനെയും നീ പരലോകത്തും ലാളിക്കണേ. നമ്മളിപ്പോൾ നമ്മളെ ഉമ്മനെയും ബാപ്പനെയും പടച്ചോൻ എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചത് പോലെ ലാളിക്കണേ പറഞ്ഞാൽ മോന്ത കടിക്കുന്നതായിരിക്കും അല്ലേ? കാരണം നമുക്കതാ കിട്ടിയത്. ഇപ്പൊ വേറെ തലമുറ ഇറങ്ങിയത് ബാപ്പ രണ്ട് കുട്ടികളുണ്ട്, രണ്ടിനും ഓടുക്കുക, ഓൾ ഇങ്ങനെ കയ്യും വീശി സ്റ്റഡിയിലേക്ക് ബടിയായി നടക്കുക വയ്യാലെ ഉണ്ടോ. ഒന്നിനെപ്പോലും ഓൾ എടുക്കൂല. മുമ്പ് അങ്ങനല്ലേ, രണ്ടിനും ഓളെടുത്തിന് ഫോറിൻ തുണിയും ഒന്ന് തൂങ്ങണ്. ബസ്സിലൊക്കെ കയറിയാൽ ചിലപ്പോ തുണി കഴിഞ്ഞു നോക്കാം, അങ്ങനെ ഒന്ന് തൂങ്ങുണ്ടാവും. ആരും മൂപ്പരെടുക്കൂലായിരുന്നു. ഇപ്പൊ രണ്ടിനും മൂപ്പരെടുക്കുന്നത്, ഓൾ എടുക്കലില്ല. സംസ്കാരം മാറി, കോലൊക്കെ മാറി വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഏതായാലും നമ്മളെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളിൽ ശ്രദ്ധിക്കുന്ന, മക്കളോടുള്ള കടപ്പാട് തീർത്തും അവരോട് പരിഗണിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവണം. അങ്ങനെ കുട്ടികൾക്കും നല്ല ഉപദേശം കൊടുക്കുക. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ആളെ കാണുമ്പോണ്ടല്ലോ കാണാത്ത ഭയം നടക്കരുത് മോനെ. ലുക്മാൻ ഹക്കീം നൽകിയ ഉപദേശം ഖുർആൻ പറയാണ്. അപ്പൊ ആ ഉപദേശം തന്നെയാണ് നമ്മൾ നമ്മളെ മക്കൾ കൊടുക്കുന്നത്. മോനെ, ഇപ്പൊ നമ്മൾ കുറച്ച് പൈസ ഉണ്ട് വെച്ചോളി, കുറച്ച് തെങ്ങുംതോപ്പും കുറച്ച് പറമ്പും സ്ഥലവും ഒക്കെ ഉള്ള വീട്ടിലുള്ള കുട്ടിയാണെങ്കിൽ ഓനേക്കാൾ പ്രായമുള്ള ആൾക്കാരൊക്കെ നാരായണ വിടുക, നാരായണേട്ടാന്ന് വിളിച്ചൂടെ, ബാലേട്ടാന്ന് വിളിച്ചൂടെ, മുഹമ്മദ്ക്കാന്ന് വിളിച്ചൂടെ? വിളിക്കൂല. കാരണം വലിയ പോലാളുടെ മോനല്ലേ മുഹമ്മദേ ഇവിടോ. അതാണ് ലാ തുസഇർ ഖദ്ദക. അദ്ദേഹം കാണിച്ചു തരുന്നതാണ്. എവിടെ ഉണ്ടോക്കറിയില്ല, ഓരോ കാലത്തും ഓരോന്നുണ്ടാകുക. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളെ കണ്ടാ കാണാത്തമായി നടക്കാൻ അഹങ്കാരിയാവരുത് കേട്ടോ. മൻ ദഖല ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്രി ലാ യദ്ഖുൽ ജന്ന. അണു അളവ് അഹങ്കാരം മനസ്സിലുണ്ടായ സ്വർഗ്ഗത്ത് കടക്കൂല എന്ന് റസൂലുള്ളാഹ്. അപ്പൊ നമ്മള് അണു അളവുള്ളവര് കടക്കൂല. നമ്മളടുത്ത് കിൻഡൽ ഉണ്ടല്ലോ, അണു അളവുള്ളവരല്ല കടക്കാത്ത, കിൻഡൽ ഉണ്ട്. അപ്പൊ അത് ഈറ്റ് കടക്കാലോ. അഹങ്കാരം ഉണ്ടാവരുത്. ഉള്ളത് പോലെ പറയാ, ഉള്ളത് പോലെ ചെയ്യുക, അങ്ങനെ ആയിരിക്കണം. അതങ്ങനെ ആകുമ്പോൾ വളരെ മനസ്സ് തന്നെ തുറന്നുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മാനസിക സംഘർഷം കുറയും. തുറന്ന പുസ്തകം, ഉള്ളിന്റെ ഉള്ളിലൊന്നും വെക്കരുത്, അങ്ങനെയുള്ള ആളുകളാവുക. ഏതാവട്ടെ, സ്വന്തം മക്കളെ വളർത്തുമ്പോൾ നല്ല ഉപദേശം കൊടുക്കുക. മോനെ തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്താൽ ചെറുപ്പത്തിൽ കൊടുക്കണതൊക്കെ, തെറ്റ് ചെയ്താൽ ഞാൻ ഉജി മരിച്ചു എന്നാൽ അത് നമ്മൾ ചെയ്ത തെറ്റ് ആകാശത്ത് വെച്ചാവാം, ഔഫിൽ അർള് ഭൂമിയിലാവാം, ഔഫി സഹ്റത്തിൻ മലമടക്കിൽ വെച്ചാകാം. എഴുത്തി ബി അല്ലാഹ്, അള്ളാഹ് പരലോകത്തുണ്ട്. ആ ബോധം കിട്ടായിക്കോട്ടെ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ, പാപ്പാണെങ്കിൽ ഉജിയാണെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് അള്ളാഹ് പരലോകത്തുണ്ട്. ഇങ്ങനെ നല്ല ആദർശാധിഷ്ഠിത ബോധത്തോടു കൂടി മക്കളെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മളെ മക്കള് നമ്മൾ ചുംബിച്ച്, നമ്മൾ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നു, നമ്മൾ ആദർശം പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും ചിലപ്പം വയ്യെറ്റിപ്പോവും. അത് അള്ളാന്റെ തഖ്ദീറാണ്. അങ്ങനെ ചില ആൾക്കാർ പറയലുണ്ട്, ആ പണ്ഡിതന്റെ മോൻ പോയല്ലോ, ഈ പണ്ഡിതന്റെ മോൻ പോയല്ലോ. പക്ഷെ അതിന്റെ മുമ്പ് അള്ളാന്റെ റസൂലിന്റെ ഒരു മോനാണ്ട് പോയി. അതാരായിരുന്നു? ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ അല്ലെ? നൂഹ് നബിന്റെ മോന് നൂഹ് നബിക്ക് കൊണ്ടോ, ആദർശം ഉൾക്കൊണ്ടോ, ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടോ? ഒന്നുമില്ല, വിട്ടുകളഞ്ഞു അല്ലെ? അവസാനം നൂഹ് നബിന്റെ മകൻ അള്ളാഹുവിന്റെ അതിമാരകമായ ശക്തമായ ജലപ്രളയത്തിൽ തന്റെ മകൻ മുങ്ങി മരിക്കാൻ പോകുന്ന രംഗത്ത് നൂഹ് നബിക്ക് സഹിക്കുവോ? മോൻ മരിക്കുമ്പോ നൂഹ് നബി പടച്ചോനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇന്ന ഇബ്നി മിൻ അഹ്ലി, എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ടവനെ രക്ഷിക്കാമെന്ന് എനിക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന് അള്ളാഹ് കൊടുത്ത മറുപടി ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂഹ് നബിക്ക് അവിഹിത ബന്ധം ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ടായതാന്നല്ല, ആദർശപരമായി അവൻ എന്റെ കുട്ടിയല്ല. ഇന്നഹു വലതുൻ വൈറു സാലിഹ്, സൽക്കർമ്മിയായ കുട്ടിയല്ല അവൻ എന്റെ മോനല്ല. അവനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കില്ല. അതിന്റെ മൊബൈലാണ്. അപ്പോ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് മൗലൂദ് മതിയല്ലോ, അപ്പൊ നമ്മളെ മൊബൈലിന്റെ ടോണ് മൗലൂദാ, എന്നാൽ ഒരു പുണ്യായി കൊണ്ടെടുക്കണ്ടേ. ഈ ഖുർആനൊന്നും ഇടരുത് കേട്ടോ ഇതില്, മൊബൈലില്. ചിലവരുണ്ട് ഖുർആനല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയിക്കോട്ടെ, പറ്റില്ല. ഇപ്പൊ സൗദി ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു, ഉണ്ടാകാൻ പാടില്ലാണ്. ഖുർആൻ ഒരിക്കലും ആ കുട്ടികൾക്ക് ഉപയോഗിക്കരുത്. അതിനല്ലേ മൗലൂദ് ഇവിടെ. അതിട്ടോളി കേട്ടോ, തമാശല്ല. ഖുർആനുണ്ട് ഉണ്ടല്ലോ, മുമ്പ് വിളയിൽ മത്സരമൊക്കെ ഇങ്ങനെ ലാ തഖ്റബാ ഹാദിഹി ശജറത
എന്നിട്ട് ഖുർആൻ ഓതിയോണ്ട് അറിഞ്ഞു. അത് ശരിയല്ല കേട്ടോ. ഖുർആൻ നിങ്ങൾ കുട്ടികൾ കളിക്കാനുള്ളതല്ല. മുമ്പ് ഇപ്പോഴുള്ള മൊബൈലിൽ കുണ്ടന്മാർക്ക് വരുന്ന പിന്നെ മൊബൈലൊക്കെ അറിയങ്ങള് മഹാമോശ. ഓന്റെ ബാപ്പന്റെ മയ്യത്ത് ഇങ്ങനെ കവറിലേക്ക് വെക്കുമ്പോ ഓനക്കൊരു ഫോം വന്ന് കവിളിലൊരു തരാം. ബാപ്പന്റെ നമുക്ക് ഇത് കൊടുക്കാതല്ല, അതിന്റെ ബാക്കി വരിണ്ട്. അന്തം വിട്ടുപോയി കേട്ടോ. ചിലവർക്ക് മൊബൈലില് ചോളിക്ക് നീച്ചക്കാഹേ കവറിന്റെ അടിയിൽ എന്താന്നല്ല. എന്തെല്ലൊക്കെ ചില വയസ്സന്മാരൊക്കെ വിളിച്ചാലേ പാട്ട് വയസ്സമ്മ കുണ്ടന്മാരത് പോട്ടെ, ഈ മൊബൈൽ ടോൺ എന്ന് പറഞ്ഞിട്ട് പാട്ട് വെച്ചിട്ടേ നമുക്കൊരു മൊബൈൽ നമുക്ക് ഫോൺ വന്നിക്കുന്ന അറിയണം, അത്രല്ലേ ആവശ്യമുള്ളൂ അല്ലേ? അതിന് ആ പാട്ട് വേണോ ഈ പാട്ട് വേണോ, അതിൻ്റെ ഇതുണ്ട്, ഫ്രീ ആണ്, അടിച്ചോ നമ്പർ അടിച്ചോ. അപ്പൊ കുണ്ടന്മാര് പിന്നെ തമിഴ് വേണം, ഹിറ്റ് ഗാനം എന്നാ ഹിറ്റ് അടിച്ച മാതിരി ഉണ്ടാവും. കൊതുവിനൊക്കെ അടിക്കുന്ന ഹിറ്റില്ലേ അതേമാതിരി. അങ്ങനത്തെ ഒരു തലമുറ സംസ്കാരശൂന്യരായ സമൂഹം. ഡ്രസ്സോ കണ്ടില്ല ഞങ്ങൾ ചില ചെറുപ്പക്കാരുടെ ട്രൗസർ ഉണ്ടാവും, ഓന്റെ ചെരുപ്പിനെ വരെ പൊരിഞ്ഞുണ്ടാവും, ചേമ്പിന് വളം വെച്ചായ കാല് അല്ലേ? കുപ്പായോ ഇത്ര വലുപ്പുണ്ട്, പഴയ ചെറുമികളൊക്കെ ഇട്ടീനെ, അത് പറയാൻ പാടില്ല, അരിജൻസൊക്കെ ഇട്ടീനെ. ഈ ചട്ടിക്കലൊക്കെ വിൽക്കാൻ പോണ പാൽക്കാട് ചാറ്റിയ ഓർ പേസ് കുറച്ച് കൊടുക്കിയാറിഞ്ഞില്ലേ, ഓല ജാതി കുപ്പായപ്പെട്ടുകൊണ്ട് നടക്കുന്നത് കുണ്ടന്മാര് അല്ലേ? ഒരു വസ്തുനാവൂല, എന്തോ ആണെന്ന ഓല വിചാരം, ഓലെന്തോ ആന്ന. പക്ഷെ കാണുന്നവർക്ക് ഒരു ഭ്രാന്തന്മാരാണെന്ന് തോന്നുന്നുണ്ട്. ഓൽക്ക് തോന്നുന്ന കിട്ടിയാൽ ഈ സംസ്കാരം സിനിമാ സംസ്കാരം, TV സംസ്കാരം, ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്, അതാണ് ഉൾക്കൊള്ളുക. അത് എന്നും ഉണ്ടാവും കേട്ടോ. മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോ എന്താ നിങ്ങൾ പറയുന്നത്, ഈ ജീവിച്ച് തമ്മാടിത്തം ചെയ്ത് 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 ഇനിയെന്ത് തമ്മാടിത്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ചില ആൾക്കാരുടെ പാന്റ് ഉണ്ടല്ലോ, ആ പാന്റിന്റെ പേരാണ് ജീൻസ്. അതിന്റെ അടിയിലുണ്ടാവും ഒരു ലെതറിന്റെ കണ്ടം, ഏത് തീട്ടക്കാട്ടിലും പോയി കുത്തിരിക്കാനാണ്. അതാണ് ഇപ്പൊ നമ്മളെ കുണ്ടന്മാരിട്ട് നടക്കുന്നത്. ഇതൊക്കെ സംസ്കാര വളരെ മോശമായ സംസ്കാരത്തിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നുണ്ട്. അവർ ശ്രദ്ധിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കുറെ വലുതായതിനു ശേഷമാണ് ഉമ്മയും ബാപ്പയും പലപ്പോഴും ഇസ്ലാമിക സംസ്കാരത്തേക്ക് വരാറുള്ളത്. മക്കളൊക്കെ വലുതായി, കുറച്ച് വലുതായതിന്റെ ശേഷം ഇനിയിപ്പം നിവൃത്തിയൊന്നുമില്ല, ഇനിന്റെ മക്കൾ ഇപ്പൊ അവിടെ പള്ളിയൊക്കെ വന്നാണ്, ഞാൻ വിചാരിച്ചമായിരുന്നല്ലോ സലഫി പള്ളിയിൽ പോകണം, വെള്ളിയാഴ്ച ഖുത്ബ ഇട്ട് നോക്കുമ്പോഴാണ് പടച്ചോനെ അള്ളി റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അറിയുന്നത് മനസ്സിലാക്കുന്നത്, അങ്ങനെയൊക്കെ വിഷമിക്കുന്നത്. വിവരില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റാണെങ്കിൽ അള്ളാഹു മാപ്പ് തരും. നേരെ മറിച്ച് ഞാന് സലഫി പള്ളി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഞാൻ പോവുകയില്ല, കാരണം അത് അള്ളി റസൂലിന്റെ കാര്യം പറഞ്ഞ സ്ഥലം, അതുകൊണ്ട് അവൾക്ക് നമ്മളില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ മാറി നിന്നിട്ട് വയസ്സാം കാലത്ത് മരിച്ചു പിരിയുമ്പോണ്ടാകുന്ന അവസ്ഥ വളരെ ഖേദകരമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമികമായ സംസ്കാരം അറിയാത്തോണ്ടാന്ന് വെക്കുക, അത് അള്ളാഹു മാപ്പ് തരട്ടെ, അല്ലെങ്കിൽ മാപ്പ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് നമുക്ക് വിവരം ഉണ്ടായിക്കൊണ്ടല്ലോ നമ്മൾ തെറ്റിയേണ്ടത്. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ നമ്മളെ മക്കൾ നാളെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനും കഴിയുന്ന ആളുകളായിരിക്കണം. ഖബറിലെങ്കിലും ഏറ്റവും ചുരുക്കം കെടുക്കാൻ സ്വൈര്യം തരുന്ന മക്കളായിരിക്കണം വേണ്ടേ. പലപ്പോഴും പ്രായം വന്നതിന് ശേഷമാണ് പല മാതാപിതാക്കളും മക്കൾക്ക് മീശ കിളിർത്ത് നല്ല തടിച്ച വണ്ണമുള്ള മീശയൊക്കെ വെച്ച് അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഗൃഹാന്തരീക്ഷം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടാത്ത അവസ്ഥ ആയിരിക്കും. പാപ്പാനും ഉമ്മാനെയോ കാണുന്നത് വെറുപ്പായിരിക്കും. എന്ത് കിളവന്മാർ രണ്ടെണ്ണം കാർക്കിച്ചൊക്കെ തുപ്പാണ് അകത്തൊക്കെ. കാരണം ഓന്റെ മാർബിളും ഓന്റെ ഗ്രാനൈറ്റും ഒക്കെ വിരിച്ച വീട്ടിനകത്ത് ഉമ്മനെയും ബാപ്പനെയൊക്കെ എന്താന്ന് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നെഞ്ഞത്ത് കയ്യൊക്കെ ഓന്റെ പടച്ചോനെ, എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുത്തില്ല പടച്ചോനെ, പൈസ മാത്രമേ ഇജ്ജ് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, വയസ്സായ ആൾക്കാരൊക്കെ മരിക്കാൻ നേരത്തെ ഡോക്ടർമാർ പറയും 5-5:30 ആകുമ്പോഴേക്കും മരിക്കും എന്ന് പറഞ്ഞാൽ മക്കൾ നോക്കുന്നത് 5:30 ആയി എന്നിട്ട് മരിച്ചില്ല. എന്ത് ഡോക്ടർ, ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും വിവരമില്ലാതെ ഡോക്ടർ നോക്കുകയാണ്. 5:30 ടൈം പറഞ്ഞ ആള് ശരിയല്ല ആള് പറഞ്ഞത്. എന്ത് വർത്താനം, എനിക്ക് 5:45 വേറെ പണിയുണ്ട്. അപ്പോൾ അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്താണ് ഇയാൾക്ക് ദീനിനോട് ഭയങ്കര സംസ്കാരത്തോട് ഭയങ്കര താല്പര്യം വരിക. ആ നെടുങ്കേതത്തിന് അവസരം ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. അത് വല്ലാത്തൊരു ഘട്ട. ചിലപ്പോൾ ഒരു കുറച്ച് മീശോ കിളിർത്തൊക്കെ വരുന്ന സമയത്ത് രാത്രി 12 മണിക്കോ 1 മണിക്കൊക്കെ വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ച് നിങ്ങൾ കഥ തുറന്നിട്ട് നിങ്ങൾ ചോദിക്കുക, എവിടെ നീ
അവിടെയല്ലേ? അതിന്റെ അപ്പുറം പറഞ്ഞാൽ എല്ലാം കിട്ടും. നേരെ മറിച്ച് ഇസ്ലാമിക ബോധമുള്ള കുട്ടിയാണെങ്കിൽ ആ ടൈം വൈകിട്ടും എത്തൂല. ഉമ്മയും ബാപ്പി അങ്ങനെ ചോദിച്ചാൽ ഇശാ കഴിഞ്ഞു വീട്ടിലേക്ക് എത്തി. ഇനി നേരം പെയ്യാൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ പോയത്, ഞാൻ അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു കേൾക്കാൻ പോയതല്ലേ, എന്നെ ചെയ്യാൻ മാന്യമായി മറുപടി പറയും. അവന്റെ ഉപ്പാക്ക് ഒരു സംതൃപ്തിയാവും. നേരെ മറിച്ച് ചിലപ്പാൽക്കൊക്കെ മക്കളെ പേടിയാണ്. പേടിച്ചകത്തേക്ക് നോക്കാം. ഉമ്മനോട് അല്ല ജീവ തുറന്നു കൊടുത്താണ്, ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു പോകുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നല്ലോ, ഓളോടിക്ക് എന്തെങ്കിലും കിട്ടിപ്പോകുന്ന അത് പേടിച്ചിട്ട് പോവുക. ഉമ്മനെ പറഞ്ഞേക്കല. ഉമ്മ പിന്നെ പാവം ബാല് തുറന്നു കൊടുക്കും, എപ്പം വന്നാലും വേണ്ടില്ല അല്ലേ? സംസ്കാരം വളരെ മോശമല്ലേ? അപ്പൊ ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട എല്ലാവിധ ഗുണങ്ങളും നമ്മളെ കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹിന്റെ മാർഗത്തിൽ കുട്ടിയെ വളർത്താൻ ശ്രദ്ധിക്കണം. ശരി. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് ധാർമ്മികമായ ബോധം നൽകുമ്പോൾ ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല, മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു തന്ന. അപ്പൊ ആ കുട്ടിയെ നമ്മൾ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന് അങ്ങ് കേൾക്കണം. ആ കുട്ടി പഠിക്കും അള്ളാന്റെ ഗ്രന്ഥം. എന്താ? വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം മോനെ. മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് മോനെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ ആണ് അള്ളാഹു സ്വർഗം നിക്ഷേപിച്ചത്. അവരുടെ മുമ്പിൽ അവരുടെ കാലിന്റെ അടിയേക്കാൾ നീ താവണം, ഒരിക്കലും അവരുടെ മുമ്പിൽ നീ വലുതാവരുത്. അതാണ് ഈ സന്ദേശം. പുൽക്കൊടിയോളം താവണം. കാലിന്റെ അടിയിലാണ് പുൽക്കൊടി അല്ലേ? അതിനോളം താവണം ഉമ്മന്റെയും ബാപ്പന്റെയും മുമ്പിൽ. ആളാവരുത്. ആളാവല്ലേ അറിയുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികള് അല്ലേ? ആളാവല്ലേ, വലിയ ആളാവല്ലേ, വലിയ ആളാവരുത് ഉമ്മാന്റെയും ബാപ്പാന്റെയും മുമ്പിൽ. വിനയാനിതരായ മക്കളായി ജീവിക്കണം. അല്ലാതിരുന്നാൽ അതും അപകടമാണ്. ചില പെൺകുട്ടികളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഉമ്മയും ബാപ്പയും കല്യാണമൊക്കെ കഴിച്ച് പോറ്റി വളർത്തി, പിയ്യാപ്പള ഗൾഫുകാരന് നല്ല സ്നേഹമുള്ള നല്ല പിയ്യാപ്പള ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഓളൊരു വല്ല ആളായിട്ട് ഓളമ്മനോട് ഉമ്മ പണിക്കാറ്റിന്റെ മര്യാദ പോരയില്. അതിന്റെ എത്ര പറയുന്നുണ്ട് അറിയാം? എത്രയോ പറയുന്നുണ്ട്. അത് റസൂലുള്ള പറഞ്ഞു, ഞാൻ തെളിതൽ അമത്തു റബ്ബത്തഹ, ദാസി യജമാനത്തിയെ പ്രസവിക്കും. ലോകം അവസാനിക്കാനായ സ്വന്തം പെമ്മക്കൾ ഉമ്മനെയും ബാപ്പനെയും അടക്കി ഭരിക്കും. ഉമ്മനെയും ബാപ്പനെയും അടക്കി ഭരിക്കുന്നുണ്ട് ഇപ്പം ഇല്ലേ? എത്രയോ മക്കളുണ്ട്. ചില ഉമ്മാരെ ചില മക്കളാണ് ഗൾഫിൽ കൊണ്ടുപോകണം. എന്തിന്? പ്രസവത്തിന്, ഈറ്റപ്പണിക്ക്, ആയപ്പണിക്ക്. അതിന് ഉമ്മാര് പോവും ചെയ്യാറുണ്ട്. ശരിക്കും പോകാൻ പാടില്ല. അതിന്റെ മുമ്പ് തന്നെ കൊണ്ടുപോയി. ഞാൻ ഉമ്മാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പോഴല്ല കൊണ്ടുപോണ്ടിട്ട്. അനക്കൊരാവശ്യം വന്നപ്പോ ഉമ്മാക്ക് വിസറ്റ് കൊണ്ടുപോയത് എന്തിനാ? അതൊരു ട്രിക്കാ. കാരണം അവിടെ വേറൊരാളെ കിട്ടണമെങ്കിൽ ഒരുപാട് ദിർഹംസ് കൊടുക്കണം. അപ്പം ഓളമ്മനെ എന്നെ ഓളെ വാപ്പനെയും കൊണ്ടുപോയി രണ്ടാൾ കൂടി നിൽക്കട്ടെ, അത്ര വലിയ കൈവുള്ളവനാണെങ്കിൽ. അങ്ങനെ കുട്ടികളെ പഠിപ്പ് നോക്കിയിട്ടൊന്നല്ല ചെയ്യും. ഓളമ്മനെ 2 മാസത്തേക്ക് 3 മാസത്തേക്ക് വിസറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി ഓളെ വാപ്പ അവിടെ ഒറ്റക്ക് നിൽക്കുക. അങ്ങനുണ്ട്. എന്നാ ഓലയും കൊണ്ടുപോയി. ഇതൊക്കെ നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ, പല കേട്ട് പഠിച്ച് മനസ്സിലായിക്കോട്ടെ. ഉണ്ടോ? അല്ല, ഇതിപ്പോ നിരന്തരമായൊരു ട്രെൻഡാപ്പത്. പെണ്ണുങ്ങള് ഞാൻ അടുത്ത മാസം ദുബായിക്ക് പോകാൻ പോലെ എന്തേന് മോളവിടെയാണ് പ്രസവത്തിന്, എനിക്കാണ് ഇപ്രാവശ്യത്തെ ഈ ആയപ്പണി. അത് കഴിഞ്ഞാലോ 60 ദിവസം തികയണ്ട, അപ്പോഴേക്കോള് നിങ്ങൾ പൊയ്ക്കോളിന്ന് പിയ്യാപ്പൾക്ക് എന്തെങ്കിലും തോന്നുന്നു, നിങ്ങൾ എത്ര ദിവസമായി വന്നിട്ട് ബിസിയും തീരാനായി, വേഗം വിട്ടോളി. എന്നിട്ട് അവിടുന്ന് ആ ഡേ ടു ഡേന്ന് 1 ഉറുപ്പ്യൻ്റെ 2 ഉറുപ്പ്യൻ്റെ 2 സാധനം വാങ്ങി പെട്ടിയിലാക്കിയിട്ട് സാധനം അങ്ങോട്ട് കയറ്റും. ആ പാവം എന്തൊക്കെയോ ദുബായിക്ക് ചക്രം വെച്ച് വരുന്ന മാതിരിയാ വരിക കരിപ്പൂര്. ഇതൊക്കെ ലോക അവസാനത്തിന്റെ അടയാളങ്ങളാ. ഇനി അമ്മായിമ്മക്ക് വിസ എടുത്ത് വെച്ചോളുണ്ടെങ്കിൽ ക്യാൻസലായി കളി. അല്ല, ഈ ആവശ്യത്തിന് നിങ്ങൾ കൊണ്ടുപോയിക്കോട്ടോ. നിങ്ങൾ കൊണ്ടോണം. ഓളമ്മയും ബാപ്പനെയും ഒക്കെ നിങ്ങൾ കൊണ്ടോണം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കണം. അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇത് സ്നേഹത്തിന്റെ ഭാഗമല്ല. ഇത് നിങ്ങൾ പണിയെടുക്കാൻ കൊണ്ടുപോവുക അല്ലേ? മാഷക്ക് മനസ്സിലായില്ലേ? അല്ല, ചിലവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അതെന്താ പറയുന്നത്. അപ്പോ ദാസ്യ യജമാനത്തിയെ പ്രസവിക്കുന്ന ഒരു കാലഘട്ടം ആകാൻ പാടില്ല. ആ മക്കളൊരു വകുപ്പിലൂടെ ഇടങ്ങറാക്കും ഉമ്മനെയും ബാപ്പനെയും.
പെമ്മക്കൾ വേറെ വയ്ക്കും. ചിലവരുണ്ട് ഇവിടെ നാട്ടിൽ നിന്നിട്ട് തന്നെ വേറെ അടങ്ങറാക്കല്. അതെങ്ങനെ വെച്ചാല്, നിങ്ങൾ എന്തേ നമുക്ക് തന്നത്? ആകെ 20 പവന്റെ പണ്ടാ തന്നത്. ആകെ 20 പവന്റെ പണ്ടാ തന്നത്. മനസ്സിലായോ? മൂപ്പര ആനെ കൊണ്ടാണ് ഇങ്ങനെ മക്കളി